വെൽക്കം വ്യൂവേഴ്സ്. അത് 2012 മാർച്ച് 16 മുംബൈയിലെ അംബോലി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ഒരു യുവാവ് 3 ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അനുജത്തിയെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്നും ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തവർ തന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് 1.5 കോടി രൂപ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നും ഇൻ കേസ് ഈ കാര്യം പോലീസിൽ അറിയിച്ചാൽ തന്റെ അനുജത്തിക്ക് മയക്കുമരുന്ന് കൊടുത്ത് ഡ്രസ്സില്ലാതെ വീഡിയോ എടുത്ത് ആ വീഡിയോ ഇന്റർനെറ്റിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എങ്ങനെയെങ്കിലും തന്റെ അനുജത്തിയെ രക്ഷിക്കണമെന്നും ആ യുവാവ് പോലീസിനോട് പറയുന്നു. സ്റ്റേഷനിൽ എത്തിയ യുവാവ് പാനിക്കായി ഇങ്ങനെ പറഞ്ഞത് കേട്ട പോലീസ് ഓഫീസേഴ്സ്, നിങ്ങളുടെ അനുജത്തി ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അനുജത്തിയെ 3 ദിവസം മുമ്പ് കിഡ്നാപ്പ് ചെയ്തു എങ്കിൽ ഇത്ര ലേറ്റായി എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് തരാൻ വന്നത് എന്ന് ചോദിക്കുന്നു. ഇതിന് ആ യുവാവ് താൻ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത് എന്നും ആർമിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ആഴ്ചയിൽ 2 തവണ മാത്രമേ വീട്ടിൽ വിളിച്ച് സംസാരിക്കാറുള്ളൂ. ഇങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാണ് അമ്മ തന്നോട് കരഞ്ഞുകൊണ്ട് അനുജത്തിയെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്നും 1.5 കോടി രൂപ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ആക്ട്രസ് ആകണം എന്ന ആഗ്രഹത്തോടെ ഉത്തരാഖണ്ഡിൽ നിന്നും മുംബൈയിലേക്ക് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ നായികയായ എൻ്റെ അനുജത്തിയെ രക്ഷിക്കണമെന്ന് ആ യുവാവ് വീണ്ടും പോലീസിനോട് പറയുന്നു. 2011 റിലീസായ 404 എന്ന ബോളിവുഡ് മൂവിയിൽ ഒരു ചെറിയ റോളിൽ അഭിനയിച്ച് ഫേമസ് ആയി 2012 കരീന കപൂറിനോടൊപ്പം ഹീറോയിൻ എന്ന മൂവിയിൽ ഒരു മെയിൻ ക്യാരക്ടർ അഭിനയിക്കാൻ അവസരം ലഭിച്ച ശേഷം ആ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കിഡ്നാപ്പ് നടക്കുന്നത്. സോ ബോളിവുഡ് ആക്ട്രസ് ആയ മീനാക്ഷി തപ്പർ, അവരെ ആരാണ് കിഡ്നാപ്പ് ചെയ്തത്? ഇതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കള്ളം ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കും എന്നതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ഈ കേസ്. ഇങ്ങനെ 2012, 2013 വർഷങ്ങളിൽ ബോളിവുഡ് സിനി ഫീൽഡിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ ഡീറ്റെയിൽഡായി കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. നേപ്പാളിൽ നിന്നും തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ എന്നിവരോടൊപ്പം ഉത്തരാഖണ്ഡിൽ സെറ്റിലായ മീനാക്ഷി തപ്പർ അവരുടെ സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കുട്ടിക്കാലം മുതലേ ഒരു ഫിലിം ആക്ട്രസ് ആകണം എന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് അവരുടെ ഫാമിലിയോട് തുറന്നു പറയുന്നു. എന്നാൽ സിനിമ ഒരുപാട് ചതിയും ആപത്തുകളുമുള്ളൊരു മേഖലയാണ് എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കുടുംബം അവരുടെ സ്വപ്നങ്ങൾക്ക് എതിരെ നിൽക്കുന്നു. ബട്ട് മീനാക്ഷിയുടെ സിനിമയിൽ അഭിനയിക്കാനുള്ള അതിയായ ആഗ്രഹവും അവരുടെ കഴിവുകളും മനസ്സിലാക്കിയ മീനാക്ഷി തപ്പറിന്റെ പേരൻസ് മകളെ സിനിമയിൽ അഭിനയിക്കാനായി അവസാനം സമ്മതിക്കുന്നു. ഇങ്ങനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും മുംബൈയിലേക്ക് മീനാക്ഷി തപ്പർ എത്തുന്നത്. മീനാക്ഷി തപ്പറിന്റെ സൗന്ദര്യവും നാച്ചുറലായ അഭിനയവും നന്നായി നൃത്തം ചെയ്യാനുള്ള കഴിവും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ 404 എന്ന മൂവിയിൽ അഭിനയിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. 404 എന്ന മൂവിയിൽ ഒരു ചെറിയ വേഷം മാത്രമായിരുന്നു കിട്ടിയിരുന്നുള്ളൂ എങ്കിലും ആ വേഷം പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വീകാര്യത നേടിയെടുത്തതോടെ ഞാൻ മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അടുത്ത ചിത്രത്തിൽ കരീന കപൂറിനോടൊപ്പം നല്ലൊരു ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം മീനാക്ഷി തപ്പറിന് ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തന്റെ സ്വപ്നം പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സംഭവം നടക്കുന്നത്. 1600 കിലോമീറ്ററിൽ അധികം ദൂരത്തിലുള്ള മീനാക്ഷിയും അവരുടെ അമ്മയും എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഫോണിൽ സംസാരിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ മാർച്ച് 13 രാവിലെ മീനാക്ഷി തപ്പറിന്റെ അമ്മ പലതവണ മീനാക്ഷിയെ ഫോണിൽ വിളിച്ചു എങ്കിലും അവർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. മകൾ എന്തെങ്കിലും ഷൂട്ടിങ്ങിലായിരിക്കും, അതിനാലാകാം ഫോൺ എടുക്കാതെ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച അവരുടെ അമ്മ സ്ഥിരമായി ചെയ്യാറുള്ള തന്റെ വീട്ടുജോലികൾ ചെയ്യാനായി തുടങ്ങുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മീനാക്ഷി തപ്പറിന്റെ ഫോണിൽ നിന്നും ഒരു കോൾ മീനാക്ഷിയുടെ അമ്മയ്ക്ക് വരുന്നു. മീനാക്ഷിയാണ് വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് ഫോൺ അറ്റൻഡ് ചെയ്ത അവരുടെ അമ്മയെ അപരിചിതനായ ഒരു പുരുഷന്റെ ശബ്ദം ഭയപ്പെടുത്താനായി തുടങ്ങി. ഫോണിൽ സംസാരിച്ച വ്യക്തി, നിനക്ക് നിന്റെ മകളെ ജീവനോടെ വേണമെങ്കിൽ ഉടനെ തന്നെ 1.5 കോടി രൂപ പണം അവളുടെ അക്കൗണ്ടിലേക്ക് അയക്ക്, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ മകളെ ഇനി ഒരിക്കലും ജീവനോടെ കാണാനാകില്ല. ഈ കാര്യം പോലീസിൽ അറിയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മകൾ ഡ്രസ്സില്ലാതെ നിൽക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ വരുന്നതായിരിക്കും നീ ഇനി കാണാൻ പോകുന്നത് എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിന് അവരുടെ അമ്മ,
എൻ്റെ കയ്യിൽ 30,000 രൂപയേ ഉള്ളൂ, അത് ഞാൻ അയച്ചു തരാം, എൻ്റെ മകളെ ഒന്നും ചെയ്യരുത് എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ നീ ആരോടാണ് കള്ളം പറയുന്നത്? രാജകുടുംബത്തിൽ ജനിച്ച നിന്റെ കയ്യിൽ 1.5 കോടി രൂപ ഇല്ലേ എന്ന് പറഞ്ഞ് ആ ഫോൺ കോൾ കട്ടാകുന്നു. ഇതിനുശേഷം ആ നമ്പറിലേക്ക് വിളിച്ചിരുന്നു എങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് മീനാക്ഷി തപ്പറിന്റെ അമ്മ കേസ് അന്വേഷിക്കാനെത്തിയ പോലീസിനോട് പറയുന്നു. ഇപ്പോൾ മീനാക്ഷി തപ്പറിന്റെ ഫോൺ ലാസ്റ്റ് എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്ന് ട്രാക്ക് ചെയ്ത പോലീസിന് അലഹാബാദിലുള്ള ഒരു ടവർ ലൊക്കേഷന് താഴെയാണ് ഫോൺ ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയത് എന്ന് കണ്ടെത്തുന്നു. എന്നാൽ മീനാക്ഷിയുടെ കുടുംബം മീനാക്ഷി എന്തിനാണ് മുംബൈയിൽ നിന്ന് 1400 കിലോമീറ്റർ ദൂരെയുള്ള അലഹാബാദിലേക്ക് പോയത് എന്ന് മൊത്തത്തിൽ കൺഫ്യൂസ് ആകുന്നു. ഇതിനുശേഷം മീനാക്ഷി തപ്പറിന്റെ ഫ്രണ്ട്സ് സിനിമയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത കോസ്റ്റാസ് എന്നിവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടൈമിൽ മീനാക്ഷിയുടെ ഒരു ഫ്രണ്ട് വഴി പോലീസിന് ഒരു ലീഡ് കിട്ടുന്നു. മാർച്ച് 12-ാം തീയതി മീനാക്ഷി തപ്പർ തന്നോട് സംസാരിക്കുന്ന സമയത്ത് താൻ അലഹാബാദിലേക്ക് പോവുകയാണ് എന്നും അവിടെ ഒരു ഫിലിമിന്റെ ഓഡീഷൻ ഉണ്ടെന്നും പറഞ്ഞിരുന്നതായി അവർ പോലീസിനോട് പറയുന്നു. മീനാക്ഷി തപ്പറിന്റെ കോ വർക്കേഴ്സിനോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടൈമിൽ മാർച്ച് 12-ാം തീയതി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏകദേശം രാത്രി 9 മണിക്ക് അമിത് ജയ്സ്വാൾ, പ്രീതി സൂറിൻ എന്നിവരോടൊപ്പം മീനാക്ഷി കാറിൽ കയറി പോകുന്നതാണ് അവസാനമായി കണ്ടത് എന്നും പറയുന്നു. ഇപ്പോൾ ഈ 2 പേരുടെയും നമ്പർ ട്രാക്ക് ചെയ്യുന്ന ടൈമിൽ മീനാക്ഷി തപ്പറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അതേ ടവർ ഏരിയയിൽ വെച്ച് തന്നെയാണ് അമിത് ജയ്സ്വാളിന്റെയും പ്രീതി സൂറിന്റെയും മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് എന്നും പോലീസ് മനസ്സിലാക്കുന്നു. ഇതിനുശേഷം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അമിത് ജയ്സ്വാൾ, പ്രീതി സൂറിൻ എന്നിവരെ കേന്ദ്രീകരിച്ച് നടക്കാനായി തുടങ്ങി. ഇതേ ടൈമിൽ മീനാക്ഷി തപ്പറിന്റെ അമ്മ 60,000 രൂപ അറേഞ്ച് ചെയ്ത് മകളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട പണം കിഡ്നാപ്പേഴ്സ് എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത് എന്ന് അലഹബാദ് പോലീസിന്റെ സഹായത്തോടെ മുംബൈ പോലീസ് കാത്തിരിക്കാനായി തുടങ്ങി. അങ്ങനെ അലഹബാദിലുള്ള ഒരു ATMൽ നിന്നും മീനാക്ഷി തപ്പറിന്റെ അക്കൗണ്ട് വഴി പണം പിൻവലിക്കപ്പെട്ടു എന്ന ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നു. ഉടനെ ആ ATMന്റെ CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിക്കാനായി തുടങ്ങി. CCTV ഫുട്ടേജിൽ പോലീസ് സംശയിച്ചതുപോലെ തന്നെ പണം പിൻവലിച്ചത് അമിത് ജയ്സ്വാൾ ആൻഡ് പ്രീതി സൂറിൻ ആണെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് 2 പേരെയും ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം 2 പേരെയും ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും മീനാക്ഷി തപ്പറിന്റെ വാളറ്റ് ആൻഡ് 2 ഡെബിറ്റ് കാർഡ്സ് ഇവ കണ്ടെത്തുന്നു. മീനാക്ഷിയുടെ വാളറ്റ്, ഡെബിറ്റ് കാർഡ് ഇവ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് പോലീസ് ചോദിക്കുന്നു. തുടർന്ന് നടന്ന ഇന്ററോഗേഷനിൽ അമിത് ജയ്സ്വാൾ ഒരു ലോയർ ആണെന്നും സിനിമയോടുള്ള പാഷൻ കാരണം ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ചു വരികയായിരുന്നു എന്നും ഇയാൾക്ക് വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്, എന്നാൽ ഭാര്യയ്ക്കും അമിത് ജയ്സ്വാളിനുമിടയിലെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കാരണം ഡിവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഇങ്ങനെ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീതി സൂറിനുമായി അടുപ്പത്തിലാകുന്നത്. ഈ അടുപ്പം പതിയെ വളർന്ന് പ്രണയമായി 2 പേരും ലിവിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മീനാക്ഷി തപ്പർ അഭിനയിക്കുന്ന സിനിമയിൽ ഇവർ 2 പേർക്കും ചെറിയ വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഈ 3 പേരും പതിയെ നല്ല സുഹൃത്തുക്കളായി മാറാനായി തുടങ്ങി. നല്ല ഫ്രണ്ട്സ് ആയതിനു ശേഷം അമിത് ജയ്സ്വാളും പ്രീതി സൂറിനും തങ്ങൾ പ്രണയത്തിലാണ് എന്നും ഉടനെ വിവാഹം കഴിക്കുമെന്നും മീനാക്ഷി തപ്പറിനോട് പറയുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സൈഡ് റോളിൽ ഇങ്ങനെ അഭിനയിച്ച് കിട്ടുന്ന പണം തികയില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ മീനാക്ഷിയോട് ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇതിന് മീനാക്ഷി അവളുടെ വാലറ്റും 2 ഡെബിറ്റ് കാർഡ്സും ഞങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങളുടെ വിവാഹത്തിന് ഇതെന്റെ ഹെൽപ്പായി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് മീനാക്ഷിയുടെ വാളറ്റും ഡെബിറ്റ് കാർഡും ഞങ്ങളുടെ കയ്യിൽ വന്നത്. അല്ലാതെ അവളുടെ മിസ്സിങ്ങുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ഒരാൾ മറ്റൊരാളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനായി പണം കൊടുക്കും. ഒരുപാട് ക്ലോസ് ആണെങ്കിൽ മേ ബി ഒരു ഡെബിറ്റ് കാർഡും കൊടുത്തെന്ന് വരാം. എന്നാൽ വാലറ്റും 2 ഡെബിറ്റ് കാർഡുമെല്ലാം ഒരുമിച്ച് ആരും കൊടുക്കാറില്ല. ഇത് മാത്രമല്ലാതെ മീനാക്ഷി തപ്പർ, അമിത് ജയ്സ്വാൾ ആൻഡ് പ്രീതി സൂറിൻ ഇവർ 3 പേരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് സെയിം ടവർ ലൊക്കേഷനിലാണ്. തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ലൈഫിൽ ഇതുപോലെ പല ആളുകൾ പല കഥകൾ പറയുന്നത് കേട്ടിട്ടുള്ള പോലീസ് അവരുടെ സ്റ്റൈലിൽ കാര്യമായി തന്നെ ചോദ്യം ചെയ്യാനായി തുടങ്ങിയ ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രീതി സൂറിൻ പേടിച്ച് അവൾ പോലും അറിയാതെ തന്നെ പല സത്യങ്ങളും പുറത്തേക്ക് വന്നു. ഇതിനുശേഷം അമിത് ജയ്സ്വാൾ ആൻഡ് പ്രീതി സൂറിൻ ഇവർ പോലീസിനോട് നടത്തിയ കൺഫെഷൻ ഇതാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട 3 പേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. ഇങ്ങനെ ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞങ്ങൾ 3 പേരും സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാനായി തുടങ്ങി. മീനാക്ഷിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, അവൾ മറ്റുള്ളവരോട് തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വെച്ച് മീനാക്ഷി ഒരു റിച്ച് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു.
എന്നാൽ അന്ന് മീനാക്ഷി താൻ നേപ്പാളിലുള്ള ഒരു റോയൽ ഫാമിലിയിലാണ് ജനിച്ചതെന്നും താൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് പണത്തിന് വേണ്ടിയല്ല, സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രി ചൂസ് ചെയ്തത് എന്നും പറഞ്ഞു. ഇത്രയും നാൾ മീനാക്ഷിയുടെ സൗന്ദര്യം, സ്റ്റൈൽ, ഡ്രസ്സിംഗ് ഇതെല്ലാം മാത്രം നോക്കിയിരുന്ന അവർ രണ്ടുപേരും തങ്ങൾ വർഷങ്ങളായി കഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്യുന്നു എന്നതും മീനാക്ഷി വളരെ റിച്ചായി ജീവിക്കുന്നതും കണ്ട് അവളെ അസൂയയോടെ നോക്കാനായി തുടങ്ങി. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ആ ഐഡിയ വരുന്നത്. മീനാക്ഷിയെ കിഡ്നാപ്പ് ചെയ്ത് പണം ആവശ്യപ്പെട്ട് ആ പണം ഉപയോഗിച്ച് ലൈഫിൽ സെറ്റിലാകാം എന്ന തീരുമാനത്തിൽ അവർ രണ്ടുപേരും എത്തുന്നു. ഇങ്ങനെ കുറേ നാൾ പ്ലാൻ ചെയ്ത ശേഷം അലഹബാദിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡയറക്ടർ ഒരു നല്ല സ്റ്റോറിയുമായി ഒരു പുതുമുഖ നായികയെ അന്വേഷിക്കുന്നതായും അതിനുവേണ്ടി ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് മാർച്ച് 12-ാം തീയതി നൈറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം മീനാക്ഷി തപ്പറിനെയും കൂട്ടി കാറിൽ 3 പേരും അലഹബാദിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് പോകും. ബംഗ്ലാവിൽ എത്തിയ ഉടനെ മീനാക്ഷി തപ്പറിന്റെ വായ പൊത്തി കൈ, കാൽ എന്നിവ കെട്ടിയിട്ട ശേഷം അവരുടെ ഡെബിറ്റ് കാർഡ്, വാലറ്റ് എന്നിവ അമിത് ജയ്സ്വാളും പ്രീതി സുരനും കൈക്കലാക്കുന്നു. ഇതിനുശേഷം മീനാക്ഷിയുടെ ഫോൺ എടുത്ത് അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് 1.5 കോടി രൂപ തന്നാലേ മകളെ ജീവനോടെ കാണാൻ കഴിയൂ എന്ന് ഞങ്ങൾ പറഞ്ഞതിന് അവളുടെ അമ്മ കയ്യിൽ 30,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ട് ഞങ്ങൾ കൺഫ്യൂസായി. സോ മീനാക്ഷിയുടെ ഡെബിറ്റ് കാർഡിലുള്ള പണം എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിയത്. നേപ്പാളിലെ റോയൽ ഫാമിലിയിൽ ജനിച്ചെന്ന് പറഞ്ഞ അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെറും 1000 മാത്രം പണം ഉള്ളൂ എന്ന് കണ്ട ഞങ്ങൾ, നീ ആരാണ്, സത്യം പറ എന്ന് അവളോട് ചോദിച്ചു. ഇതിന് മീനാക്ഷി പറഞ്ഞത്, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒരാൾ കാണാൻ എങ്ങനെയാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് നോക്കാറുള്ളത്. ഇങ്ങനെ റിച്ചായി കാണിക്കുന്ന എല്ലാവരും റിച്ച് ആണോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരു ചെറിയ ഫാമിലിയിൽ നിന്നും വരുന്ന പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ എന്നെ എല്ലാവരും മിസ്ട്രീറ്റ് ചെയ്യും എന്ന് വിചാരിച്ചാണ് ഞാനൊരു റോയൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്ന് കള്ളം പറഞ്ഞത് എന്ന് പറയുന്നു. ഇതിനാലാണ് മീനാക്ഷിയുടെ അമ്മ അവരുടെ കയ്യിൽ 30,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞ ഈ ഒരു കള്ളം കാരണം ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഇനി അവളെ പുറത്തേക്ക് വിട്ടാൽ ഞങ്ങളാണ് മീനാക്ഷിയെ കിഡ്നാപ്പ് ചെയ്തത് എന്നുള്ള കാര്യം പോലീസിനോട് പറയും എന്ന് ഭയപ്പെടാനായി തുടങ്ങി. സോ പണം കയ്യിൽ കിട്ടിയാൽ ഉടനെ മീനാക്ഷിയെ വിട്ടിട്ട് ഫോറിനിലേക്ക് പോകാം എന്ന് വിചാരിച്ച ആ രണ്ടുപേരും പണം ഇനി കിട്ടില്ല എന്ന ദേഷ്യത്തിൽ മീനാക്ഷിയെ കൊന്നു കളയാം എന്ന് തീരുമാനിക്കുന്നു. കൊന്നതിന് ശേഷം ബോഡി കിട്ടിയാലും അത് മീനാക്ഷി ആണ് എന്ന് മനസ്സിലാക്കരുത് എന്ന് ഉറപ്പിച്ച രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു അയൺ റോഡ് എടുത്ത് മീനാക്ഷി തപ്പറിന്റെ തലയിൽ അടിക്കാനായി തുടങ്ങി. ഇങ്ങനെ ബോധരഹിതയായി തറയിലേക്ക് വീണ മീനാക്ഷിയെ 2 കഷ്ണങ്ങളായി, അതായത് തല വേറെ ഉടൽ വേറെ മുറിച്ചു മാറ്റാം എന്ന് തീരുമാനിച്ച അവർ അൺകോൺഷ്യസായി കിടന്ന മീനാക്ഷിയുടെ കഴുത്ത് മുറിച്ചു മാറ്റാനായി തുടങ്ങുന്നു. ഇങ്ങനെ കഴുത്ത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോൺഷ്യസായ മീനാക്ഷി തപ്പർ വേദനയിൽ പിടയ്ക്കുന്നു. എന്നാൽ ഇങ്ങനെ പിടയ്ക്കുമ്പോൾ കൈയും കാലും ടൈറ്റായി പിടിച്ച് തല മുറിച്ചു മാറ്റിയെന്നും അവിടെ ഉണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്കിൽ മീനാക്ഷിയുടെ തലയില്ലാത്ത ഉടലും അലഹബാദിൽ നിന്ന് വാരണാസിയിലേക്ക് ഏകദേശം 3 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് മീനാക്ഷിയുടെ തല തുണികൾ കൊണ്ട് ചുറ്റിക്കെട്ടിയ ശേഷം ആളുകൾ ആരുമില്ലാത്ത സ്ഥലത്ത് ബസിന്റെ വിൻഡോ വഴി വലിച്ചെറിഞ്ഞു എന്നും അവർ കൺഫസ് ചെയ്യുന്നു. പോലീസ് ഹൈവേയിലെ കാട്ടിലേക്ക് വീണുകിടന്ന മീനാക്ഷി തപ്പറിന്റെ തലയും ആ ബംഗ്ലാവിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അഴുകിയ അവസ്ഥയിലുള്ള ഉടൽ ഭാഗങ്ങളും കണ്ടെത്തുന്നു. 2018 മെയ് 11-ാം തീയതി കോർട്ട് അമിത് ജയ്സ്വാൾ, പ്രീതി സുരൻ എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. തൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, കരീന കപൂറിനോടൊപ്പം ഒരു വലിയ മൂവിയിൽ സെക്കൻഡ് ലീഡ് ചെയ്യാനുള്ള അവസരം. ഇതിനിടയിൽ ഒരു കള്ളം കാരണം ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. തൻ്റെ സിനിമയിലെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ആ കള്ളം പറഞ്ഞത് എങ്കിൽ സ്വന്തം ഹാർഡ് വർക്കിൽ വിശ്വസിക്കാതെ പണത്തിന് വേണ്ടി അമിതും പ്രീതിയും ചെയ്തത് അതിനേക്കാൾ വലിയ ഒരു ക്രൈമാണ്. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.